തൃപ്രയാർ ഏകാദശിയുടെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലെത്തി. ചൊവ്വാഴ്ചയാണ് ഏകാദശി. ഏകാദശിയുടെ പ്രധാന ചടങ്ങായ ശീവേലിയിൽ പങ്കെടുക്കുന്ന ആനകൾക്കും മേളക്കാർക്കുമായുള്ള പന്തലിന്റെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ആനകളെ അകലം പാലിച്ചാണ് നിർത്തുക. 21 ആനകളാണ് ശീവേലിക്കുണ്ടാവുക. പഴയന്നൂർ ശ്രീരാമൻ ഭഗവാന്റെ സ്വർണ്ണക്കോലമേറ്റും. കിഴക്കൂട്ട് അനിയന്മാരാർ പഞ്ചാരി മേളത്തിന് പ്രാമാണികനാകും. കാഴ്ച ശീവേലിക്ക് പഴുവിൽ രഘുമാരാരുടെ പ്രാമാണ്യത്തിൽ ധ്രുവം മേളവും, വിളക്കിനെഴുന്നള്ളിപ്പിന് തൃപ്രയാർ അനിയന്മാരാരുടെ പ്രാമാണ്യത്തിൽ മേളവും അകമ്പടിയാകും. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തരുടെ സുരക്ഷയ്ക്ക് കൂടുതൽ CCTV ക്യാമറകൾ സ്ഥാപിക്കുന്നുണ്ട്. ഏകാദശിയുടെ ഭാഗമായി വഴിവാണിഭക്കാർ ദേശീയപാത മുതൽ ക്ഷേത്രം റോഡ് വരെയും കിഴക്കേനട വരെയും തയ്യാറായി കഴിഞ്ഞു. യന്ത്ര ഊഞ്ഞാൽ തുടങ്ങിയ വിനോദോപാധികളും എത്തിയിട്ടുണ്ട്. കരിമ്പ് കച്ചവടക്കാരും നേരത്തെ സ്ഥാനം പിടിച്ചു. തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ കൃഷ്ണപക്ഷ ഏകാദശിക്കാണ് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ഏകാദശി നോറ്റ് ആയിരങ്ങൾ ചൊവ്വ, ബുധൻ ദിവസങ്ങളിലായി ക്ഷേത്ര ദർശനത്തിനെത്തും. ദശമി വിളക്കിനും തിരക്കേറെയാണ്. ഏകാദശിയുടെ ഭാഗമായുള്ള സാംസ്കാരിക പരിപാടികൾ തുടർന്നു വരുന്നുണ്ട്. കലാപരിപാടികളും ഏകാദശി ഉത്സവ ചടങ്ങുകളും TCV, ഗ്രാമ്യ, ഓർബിറ്റ് ചാനലുകൾ തത്സമയം സംപ്രേഷണവുമുണ്ട്.